EVS, unit number 3, water and soil. What are the changes happen in our surroundings after the rain? മഴയ്ക്ക് ശേഷം ചുറ്റുപാടും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചെഴുതാനാണ്. We feel cold. തണുപ്പ് അനുഭവപ്പെടുന്നു. Wells, ponds, rivers and streams become full of water. ജലാശയങ്ങൾ നിറയുന്നു. Plants and trees sprout. ചെടികളും മരങ്ങളും തളിർക്കുന്നു. Cultivation begins. കൃഷി ആരംഭിക്കുന്നു. Grasses sprout and start growing everywhere. പുല്ലുകൾ ധാരാളമായി മുളയ്ക്കുന്നു. ഒപ്പം അത് വ്യാപകമായി മണ്ണിലുണ്ടാവുന്നു. Soil is washed away. മണ്ണ് ഒഴുകിപ്പോകുന്നു. Pits and low-lying areas become filled with water. കുഴികളും താഴ്ന്ന പ്രദേശങ്ങളും ജലം നിറയുന്നു. Mayflies rise from the soil. ഈയാമ്പാറ്റകൾ മണ്ണിൽ നിന്ന് ഉയർന്നു പറക്കുന്നു. Floods may occur sometimes. ചിലപ്പോൾ പ്രളയം ഉണ്ടാവുന്നു. Does it rain all the time in your locality? കുട്ടികളോടുള്ള ചോദ്യമാണ്. അവരുടെ പരിസ്ഥിതിയിൽ, അവരുടെ ലൊക്കാലിറ്റിയിൽ എപ്പോഴും മഴ ഉണ്ടാവുമോ? നോ. ഇൻ വിച്ച് മന്ത്സ് ഡു വി ഗെറ്റ് റെയിൻ? നമ്മൾക്ക് മഴ ലഭിക്കുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് കാലവർഷമാണ്. കാലവർഷ അല്ലെങ്കിൽ ഇടവപ്പാതി ഫ്രം ജൂൺ ടു സെപ്റ്റംബർ. നെക്സ്റ്റ് സീസൺ എന്ന് പറയുന്നത് തുലാവർഷമാണ്. തുലാവർഷം ഫ്രം ഒക്ടോബർ ടു നവംബർ. ഇതൊക്കെയാണ് പ്രധാന രണ്ട് റെയിനി സീസണുകൾ. പക്ഷേ കാലം തെറ്റിയുള്ള മഴയും അതിതീവ്ര മഴ, അതിതീവ്രമായ വേനൽ, അപ്പോൾ അത് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. കൃത്യമായ ഒരു മഴക്കാലം അല്ല ഇപ്പോൾ കേരളത്തിൽ കടന്നു പോകുന്നത്. അത് കുട്ടികൾ പത്രത്തിലും ന്യൂസിലും ഒക്കെ അറിയുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ക്ലാസ്സിൽ കാലാവസ്ഥാ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുക. How do we find out the difference in the amount of rainfall? Can we measure the rainfall? അതായത് എല്ലാ പ്ലേസിലും മഴ പെയ്യുന്നത് ഒരേ അളവിലല്ല. അപ്പോൾ ആ വ്യത്യാസം എങ്ങനെ കണ്ടെത്താം? Can we measure the rainfall? മഴ നമുക്ക് അളക്കാൻ സാധിക്കുമോ? The difference in rainfall can be measured using a rain gauge. ഒരു റെയിൻ ഗേജ് ഉപയോഗിച്ച് നമുക്ക് മഴ അളക്കാം. മഴ മാപിനെയാണ് റെയിൻ ഗേജ്. Rain gauge. The rain gauge is a simple instrument to measure rainfall. മഴ അളക്കുന്നതിനുള്ള ഒരു സിമ്പിൾ ഉപകരണമാണ് റെയിൻ ഗേജ്. റെയിൻ ഗേജ് നിർമ്മിച്ചിട്ട് മഴ അളക്കാനുള്ള ആക്ടിവിറ്റി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചിട്ട് റെയിൻ ഗേജ് നിർമ്മിക്കാവുന്നതാണ്. അതിനുശേഷം മഴ അളക്കുക. ഹൗ ക്യാൻ വി മേക്ക് ദിസ്? എങ്ങനെ ഒരു റെയിൻ ഗേജ് സെറ്റ് ചെയ്യാം? ഫിക്സ് എ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ. ഗ്ലാസ് ബോട്ടിൽ എടുക്കുക, സ്കെയിൽ അതിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. പ്ലേസ് ദ ഫണൽ ഓൺ ടോപ്പ് ഓഫ് ദ ഗ്ലാസ് ബോട്ടിൽ. ഗ്ലാസ് ബോട്ടിലിൽ ഒരു ഫണൽ ഇറക്കി വെക്കുക. ഫിക്സ് ദ ബോട്ടിൽ ഇൻ ആൻ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. ഗ്ലാസ് ബോട്ടിൽ ഒരു ഓപ്പൺ സ്പേസിൽ സെറ്റ് ചെയ്യുക. നോട്ട് ഡൗൺ ദ വാട്ടർ ലെവൽ അറ്റ് ഫിക്സഡ് ഇൻ്റർവെൽസ്. കൃത്യമായ സമയങ്ങളിൽ വെള്ളത്തിൻ്റെ അളവ് പരിശോധിക്കുക. അപ്പോൾ ഓപ്പൺ സ്പേസിൽ സെറ്റ് ചെയ്യാൻ പറയുമ്പോൾ മരങ്ങളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും നേരിട്ട് വെള്ളം വീഴാത്ത ഇടത്ത് വേണം ഗ്ലാസ് ബോട്ടിൽ സെറ്റ് ചെയ്യാൻ. റെയിൻ ഗേജ് സെറ്റ് ചെയ്യുമ്പോൾ ഫണലിൻ്റെ ഡയമീറ്ററും പാത്രത്തിൻ്റെ ഡയമീറ്ററും സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഓരോ ദിവസവും അളവ് രേഖപ്പെടുത്തിയ ശേഷം വെള്ളം ഒഴിച്ചു കളയാൻ മറക്കരുത്. പിന്നെ ഓപ്പൺ സ്പേസിൽ സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഹാൻഡ് ബുക്കിൻ്റെ ഒരു ഭാഗമാണ്. Where does rainwater go after the rainfall? മഴയ്ക്ക് ശേഷം മഴവെള്ളം എവിടേക്കാണ് പോകുന്നത്? The soil absorbs water. This water recharging wells, feeding plants and underground water resources. അതായത് മണ്ണ് വെള്ളത്തെ അബ്സോർബ് ചെയ്യുന്നു, അതായത് വലിച്ചെടുക്കുന്നു. This water, ഈ വെള്ളം റീചാർജിങ് വെൽസ്, കിണറുകളെ റീചാർജ് ചെയ്യുന്നു. ഫീഡിങ് പ്ലാന്റ്സ്, ചെടികൾക്ക് വെള്ളം നൽകുന്നു. ആൻഡ് അണ്ടർഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ റിസോഴ്സുകളിലേക്കും ഈ മണ്ണിലേക്ക് ഇറങ്ങുന്ന വെള്ളമാണ് എത്തുന്നത്. റെയിൻ വാട്ടർ ഓൾസോ ഫ്ലോയിങ് ഇൻ ടു വാട്ടർവേസ് സച്ച് ആസ് റിവേഴ്സ്, ലേക്സ് എക്സെട്ര. അതായത് മണ്ണിലേക്ക് ഇറങ്ങുന്ന വെള്ളം അതുകൂടാതെ ഒഴുകി ഡയറക്റ്റായിട്ട് ജലാശയങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. റിവേഴ്സ്, നദികൾ, കായലുകൾ, കുളം, അങ്ങനെയുള്ള വാട്ടർവേസിലേക്കും എത്തിച്ചേരുന്നു. പേജ് നമ്പർ 42 ഒരു എക്സ്പെരിമെന്റ് നൽകിയിട്ടുണ്ട്. വേർ ഇസ് ദ റെയിൻ വാട്ടർ ഗോ? മഴവെള്ളം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് തെളിയിക്കാനായിട്ട്. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ വെൻ ഇറ്റ് ടച്ചസ് ദ സോയിൽ?
മണ്ണിൽ തൊട്ടാൽ വെള്ളത്തിന് എന്ത് സംഭവിക്കും? ദ ഡ്രൈ സോയിൽ അബ്സോർബ്സ് വാട്ടർ. ഉണങ്ങിയ മണ്ണ് ജലത്തെ അബ്സോർബ് ചെയ്യുന്നു. എക്സസ് വാട്ടർ ഫ്ലോസ് ഔട്ട് ത്രൂ ദ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് ദ ബോട്ടിൽ. കൂടുതലായുള്ള വെള്ളം, അതായത് മണ്ണ് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷമുള്ള വെള്ളം ഹോൾ വഴി പുറത്തേക്ക് പോകുന്നു. വാട്ടർ റിസോഴ്സസ്, ജലാശയങ്ങൾ. വെൽസ്, റിവേഴ്സ്, പോൺസ്, ലേക്സ്, ബോർവെൽ, സീ, വെറ്റ്ലാൻഡ്സ്, കനാൽ. മനുഷ്യനിർമ്മിതമോ അല്ലെങ്കിൽ പ്രകൃതിയാ തന്നെയോ ജലം ലഭ്യമാകുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് വാട്ടർ റിസോഴ്സസ്. ഇപ്പോൾ ഇതിൽ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്ന തണ്ണീർത്തടങ്ങളാണ്. വർഷത്തിൽ പകുതിയോളവും ജലം സേവ് ചെയ്യപ്പെടുന്ന പ്രദേശങ്ങളാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് ആഴം ഉണ്ടാവില്ലെങ്കിലും ജൈവാംശമുള്ള മണ്ണായിരിക്കും. ധാരാളം ജീവജാലങ്ങൾ വെറ്റ്ലാൻഡ്സിലുണ്ടാവും. കനാൽ എന്ന് പറയുമ്പോൾ മനുഷ്യനിർമ്മിതമായ വാട്ടർ റിസോഴ്സ് ആണ്. സുരംഗ ആൻഡ് കേണി. സുരംഗ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് ടണൽ നിർമ്മിച്ച് ജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ്. കേണി എന്ന് പറയുമ്പോൾ പ്രകൃത്യാ തന്നെയുള്ള ഉറവയിലേക്ക് മരത്തിന്റെ തടി തുരന്നു വെച്ച് അങ്ങനെ ഒരു കിണർ പോലെ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് കേണി. കേണിക്ക് ഒരുപാട് ആഴം ഉണ്ടാവില്ലെങ്കിലും ധാരാളം ജലം അതിൽ ലഭ്യമാകും. പേജ് നമ്പർ 44 തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. അതിലുള്ള ജീവികളുടെ ലിസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. എലിഫന്റ്, ഡിയർ, ഫിഷ്, ടൈഗർ, ബൈസൺ, മങ്കി, ബേർഡ്സ്, ക്രെയിൻ, ക്രൊക്കോഡൈൽ, ഹണിബി, ഫ്രോഗ്. അപ്പൊ ഈ ജീവികൾ എപ്രകാരമാണ് ഇവർക്ക് ജലം ഉപകാരപ്പെടുന്നത് എന്നുള്ളതാണ് ടേബിളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫിഷ് ഫോർ ഹാബിറ്റാറ്റ്. ആവാസത്തിന് വേണ്ടി ജലത്തെ ആശ്രയിക്കുന്ന ജീവിയാണ് ഫിഷ്. എലിഫന്റ് ഡ്രിങ്കിങ് ആൻഡ് ബാത്തിങ്. കുടിക്കാനും കുളിക്കാനും. ഡിയർ ഡ്രിങ്കിങ് ആൻഡ് ബാത്തിങ്. ടൈഗർ ഡ്രിങ്കിങ് ആൻഡ് ബാത്തിങ്. ക്രെയിൻ ഫോർ ഗെറ്റിംഗ് ഫുഡ്. ആഹാരത്തിന് വേണ്ടിയാണ് ജലത്തിലേക്ക് ക്രെയിൻ എത്തുക. ക്രൊക്കോഡൈൽ ഫോർ ഹാബിറ്റാറ്റ്, ഡ്രിങ്കിങ് ആൻഡ് ഗെറ്റിംഗ് ഫുഡ്. ആഹാരം തേടിയും ആവാസത്തിനും വെള്ളം കുടിക്കാനുമൊക്കെ ആയിട്ട് ക്രൊക്കോഡൈൽ എത്തുന്നു. ഫ്രോഗ് ഫോർ ഹാബിറ്റാറ്റ്, ഫോർ ലേസ് ദെയർ എഗ്സ്, ഷെൽട്ടർ ആൻഡ് പ്രൊട്ടക്ഷൻ. അതായത് ആവാസത്തിനും ഒപ്പം തന്നെ മുട്ടയിട്ട് അതിന്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ഷനോടുകൂടി വളർത്താനും ഒക്കെ ആയിട്ടാണ് ഫ്രോഗ് ജലത്തെ ആശ്രയിക്കുന്നത്. ബൈസൺ ഡ്രിങ്കിങ്, റെഗുലേറ്റ്സ് ബോഡി ടെമ്പറേച്ചർ. വെള്ളം കുടിക്കാൻ, ശരീരത്തിന്റെ ചൂട് കൺട്രോൾ ചെയ്യാനൊക്കെയാണ് കാട്ടുപോത്ത് വെള്ളത്തെ ആശ്രയിക്കുക. ഹണിബി ഡ്രിങ്കിങ്, കൂളിംഗ്. ഹണിബി ജലം കളക്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ കോളനികൾ വിതരണം ചെയ്യുന്നുണ്ട്. ശരീരം തണുപ്പിക്കാനായിട്ടും ഹണിബി ജലം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ജീവജാലങ്ങളും വെള്ളം കുടിക്കാനും കുളിക്കാനും ഒപ്പം ശരീരം തണുപ്പിക്കാനും പിന്നെ ഫുഡ് തേടി അല്ലെങ്കിൽ ആവാസം അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കായിട്ടാണ് വെള്ളത്തെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടേബിൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുക. വാട്ട് പർപ്പസസ് ഡു വി യൂസ് വാട്ടർ ഫോർ? നമ്മൾ മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിട്ടാണ് വെള്ളം ഉപയോഗപ്പെടുത്തുന്നത്? ഫോർ ഡ്രിങ്കിങ്, ഫോർ കുക്കിംഗ് ഫുഡ്, ഫോർ ബാത്തിങ് അതായത് ഡ്രിങ്കിങ് കുടിക്കാൻ, ഫുഡ് കുക്ക് ചെയ്യാൻ, കുളിക്കാൻ. ഫോർ വാഷിംഗ് ക്ലോത്ത്സ് വസ്ത്രങ്ങൾ വാഷ് ചെയ്യാൻ. ഫോർ യൂസിങ് ഇൻ ദ ടോയ്ലറ്റ്സ് ടോയ്ലറ്റ് യൂസിന്. ഫോർ കൺസ്ട്രക്ടിങ് ബിൽഡിങ്സ് കെട്ടിട നിർമ്മാണത്തിന്. ഫോർ ദി യൂസ് ഇൻ ഫാക്ടറീസ് ഫാക്ടറികളിലെ ഉപയോഗത്തിന്. ഫോർ വാട്ടറിംഗ് പ്ലാന്റ്സ് ചെടികൾ നനയ്ക്കുന്നതിന്. ഫോർ എന്റർടൈൻമെന്റ് വിനോദത്തിന്, സ്വിമ്മിങ്, വാട്ടർ സ്പോർട്സ് അങ്ങനെയുള്ള വിനോദ ഐറ്റംസിന്. ഫോർ വാഷിംഗ് വെഹിക്കിൾസ് വാഹനങ്ങൾ കഴുകുന്നതിന്. അങ്ങനെ മനുഷ്യൻ ഒരുപാട് ആവശ്യങ്ങൾക്ക് ജലം യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തി ലിസ്റ്റ് ചെയ്യുക. What will happen to humans and other living things if they do not get enough water? മനുഷ്യർ, ഹ്യൂമൻസിനും അതർ ലിവിങ് തിങ്സ് മറ്റു ജീവജാലങ്ങൾക്കും വെള്ളമില്ലാത്ത അവസ്ഥ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ചോദ്യം. ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് സഫർ ഫ്രം തേഴ്സ്റ്റ്. ദാഹം കൊണ്ട് മനുഷ്യരും മറ്റു ജീവജാലങ്ങളും സഫർ ചെയ്യേണ്ടി വരും. വി കനോട്ട് കുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റില്ല. ഫാം ലാൻഡ്സ് വിൽ ഡ്രൈ അപ്പ് കൃഷിസ്ഥലങ്ങൾ ഉണങ്ങിപ്പോകും. പ്ലാന്റ്സ് വിൽ ഡൈ ചെടികൾ നശിക്കും. ഫുഡ് വിൽ ബി സ്കേഴ്സ് ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടും. വി കനോട്ട് ബാത്ത് ഓർ വാഷ് അവർ ക്ലോത്ത്സ് കുളിക്കാനോ വസ്ത്രങ്ങൾ അലക്കാനോ ഒന്നും സാധിക്കില്ല. വർക്കിംഗ് ഓഫ് ഫാക്ടറീസ് വിൽ കം ടു സ്റ്റോപ്പ് ഫാക്ടറികളുടെ പ്രവർത്തനം നിർത്തേണ്ടി വരും. കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്സ് വിൽ കം ടു സ്റ്റോപ്പ് കെട്ടിടങ്ങളുടെ വർക്കുകൾ നിർത്തേണ്ടി വരും. റൈറ്റ് ഡൗൺ എ ഫ്യൂ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വാട്ടർ ഈസ് വേസ്റ്റഡ്. ജലം പാഴായി പോകുന്ന സന്ദർഭങ്ങൾ എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഓവർഫ്ലോയിങ് ഓഫ് ടാങ്ക്സ് ടാങ്കുകൾ നിറഞ്ഞൊഴുകി പോകുന്നത്. ലീവിംഗ് ദ ടാപ്സ് ഓപ്പൺ അൺനെസസറിലി അത്യാവശ്യ ഘട്ടത്തിനല്ലാതെ ടാപ്പുകൾ തുറന്നിടുന്നത്. ലോസ് ഓഫ് വാട്ടർ വെൻ പബ്ലിക് വാട്ടർ പൈപ്സ് ബ്രേക്ക് പൊതുജല വിനിമയ സിസ്റ്റം
അത് ബ്രേക്കപ്പ് ആയിട്ട് വെള്ളം നഷ്ടപ്പെടുന്നത്. റണ്ണിങ് വാട്ടർ വൈൽ ബ്രഷിംഗ് ടീത്ത്, ബ്രഷ് ചെയ്യുമ്പോൾ വെറുതെ പൈപ്പ് ഓപ്പൺ ആക്കി വെക്കുന്നത്. വൈൽ വാഷിംഗ് വെഹിക്കിൾസ്, കിച്ചൺ വെസൽസ്, ക്ലോത്ത്സ് എക്സെട്ര, വെഹിക്കിൾസ് വാഹനങ്ങൾ കഴുകുമ്പോൾ, കിച്ചൺ വെസൽസ് വസ്ത്രങ്ങൾ ഇവ കഴുകുമ്പോൾ അശ്രദ്ധമായി ജലം പാഴാക്കി കളയുന്നത്. ലീവിംഗ് ദി ഷവർ ഇൻ ബാത്റൂം ഓപ്പൺ അൺനെസസറിലി, കുളിക്കുമ്പോൾ ഷവർ വെറുതെ ഓപ്പൺ ആക്കി ഇടുന്നത്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വെള്ളം വേസ്റ്റ് ആയി പോകുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ എഴുതി ചേർക്കുക. വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് വാട്ടർ? വെള്ളം വേസ്റ്റായി പോകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഡോണ്ട് ലീവ് ടാപ്സ് ഓപ്പൺ കെയർലെസ്ലി, അശ്രദ്ധമായി ടാപ്പ് തുറന്നിട്ടിട്ട് പോവരുത്. എൻഷുർ ദാറ്റ് ദ വാട്ടർ സപ്ലൈ പൈപ്സ് ആർ നോട്ട് ലീക്കിംഗ്, പൈപ്പുകൾ ലീക്ക് ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. അവോയ്ഡ് ഓവർഫ്ലോയിങ് ദ വാട്ടർ ടാങ്ക്, വാട്ടർ ടാങ്ക് നിറഞ്ഞു പോകുന്നത് ഒഴിവാക്കുക. കൺട്രോൾ ദ യൂസ് ഓഫ് ടോയ്ലറ്റ് ഫ്ലഷ്, ടോയ്ലറ്റ് ഫ്ലഷിന്റെ ഉപയോഗം നിയന്ത്രിക്കുക. യൂസ് ഓൺലി മോഡറേറ്റ് എമൗണ്ട്സ് ഓഫ് വാട്ടർ ഫോർ ഈച്ച് പർപ്പസ്, നമ്മൾ എപ്പോൾ വാട്ടർ പൈപ്പ് തുറന്നാലും നിയന്ത്രിതമായ ഒരു ഉപയോഗം ശീലമാക്കുക. യൂസ്ഡ് വാട്ടർ ഫ്രം കിച്ചൺ ക്യാൻ ബി ടേക്കൺ ഫോർ വാട്ടറിംഗ് ദ ഗാർഡൻ, അടുക്കളയിലെ വെള്ളം അടുക്കളത്തോട്ട് നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുക. അതായത് വെള്ളം ഒരാവശ്യത്തിന് ഉപയോഗിച്ച് വേറൊരാവശ്യത്തിനും കൂടി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഹൗ ഡസ് മഡി റെയിൻ വാട്ടർ ഗോ ക്ലീൻ വെൻ ഇറ്റ് റീച്ചസ് ദ വെൽ? കലങ്ങി മറിഞ്ഞ മഴവെള്ളം എങ്ങനെയാണ് കിണറിലെത്തുമ്പോൾ തെളിയുന്നത്? എ പാർട്ട് ഓഫ് ദ റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ സോയിൽ, മഴ പെയ്യുമ്പോൾ ഒരു ഭാഗം ജലം മണ്ണിലേക്ക് ഇറങ്ങുന്നു. ഇറ്റ് ഫിൽട്ടേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ, ഇത് മണ്ണിലൂടെ അരിച്ചാണ് ഇറങ്ങുന്നത്, അതായത് ഫിൽട്ടർ ചെയ്തിട്ടാണ് മണ്ണിലേക്ക് ഇറങ്ങുന്നത്. ദിസ് ബിക്കം ഗ്രൗണ്ട് വാട്ടർ ആൻഡ് റീച്ചസ് ദ വെൽ ആൻഡ് അതർ വാട്ടർ സോഴ്സസ്. അപ്പോൾ മണ്ണിലൂടെ അരിച്ചിറങ്ങുന്ന ഈ ജലം വാട്ടർ റിസോഴ്സുകളിൽ എത്തുമ്പോൾ തെളിഞ്ഞിട്ടായിരിക്കും വരിക. ദ വാട്ടർ ബിക്കം ക്ലിയർ വെൻ ഇറ്റ് ഫിൽട്ടേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ, മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോഴാണ് ജലം തെളിയുന്നത്. സോയിൽ ഈസ് എ നാച്ചുറൽ ഫിൽട്ടർ, പ്രകൃതിയാ തന്നെ ഒരു അരിപ്പയാണ് മണൽ. നെക്സ്റ്റ്, 3-potted sieve എക്സ്പെരിമെന്റ്, അതായത് മുച്ചട്ടി അരിപ്പയുടെ എക്സ്പെരിമെന്റ് ആണ് പേജ് നമ്പർ 47 തന്നിട്ടുള്ളത്. ഇത് ചട്ടി വെച്ചും ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾക്ക് അത് ചിരട്ട വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. 3-potted sieve സെറ്റ് ചെയ്യുന്നത്, ടേക്ക് 3 coconut shells ആൻഡ് മേക്ക് എ ഹോൾ ഈച്ച് ഇൻ ദം. 3 ചിരട്ടകൾ എടുക്കുക, അതിൽ ഹോൾ ഇടുക. പ്ലേസ് കോട്ടൺ ഓർ ക്ലോത്ത് ഓവർ ദ ഹോൾ, ഹോളിൽ പഞ്ഞിയോ അല്ലെങ്കിൽ തുണിയോ വെക്കുക. ഫിൽ ഗ്രേവൽ, സാൻഡ് ആൻഡ് കോക്കനട്ട് ഷെൽ ചാർക്കോൾ ഇൻ ഈച്ച് ഓഫ് ദ ഷെൽസ്. യഥാക്രമം കോക്കനട്ട് ഷെല്ലിൽ ചരൽ, മണൽ, ചിരട്ടക്കരി എന്നിവ നിറയ്ക്കുക. അറേഞ്ച് ഇറ്റ് ഓവർ എ ഗ്ലാസ്, ഒരു ഗ്ലാസിന് മുകളിൽ ഈ ചിരട്ടകൾ ഒന്നിന് മുകളിൽ ഒന്ന് അടുക്കി വെക്കുക. ദെൻ pour muddy water into coconut shell at the top, ഏറ്റവും ടോപ്പിലെ ചിരട്ടയിൽ കലങ്ങിയ വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഒബ്സർവ് ചെയ്യുക. ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ ദ വാട്ടർ ഇൻ ദ കളക്ടിംഗ് വെസൽ ഈസ് ക്ലീൻ, വെള്ളം ശേഖരിക്കുന്ന ആ ഗ്ലാസ്സിലെ വെള്ളം തെളിഞ്ഞതായിരിക്കും. അനലിസിസ്, വെൻ മഡി വാട്ടർ പാസ്ഡ് ത്രൂ ദ ഗ്രേവൽ, സാൻഡ് ആൻഡ് ചാർക്കോൾ, ദ സോളിഡ് ഇംപ്യൂരിറ്റീസ് വെർ ട്രാപ്ഡ് ഇൻ ദം, അതായത് ചരലിലും മണലിലും ചിരട്ടക്കരിയിലും കൂടെ കടന്നു പോകുമ്പോൾ സോളിഡ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ്, മാലിന്യങ്ങൾ അതിൽ അവ വലിച്ചെടുക്കുന്നു. 3-potted sieve is a simple method for purification of water, വെള്ളം ശുദ്ധീകരിക്കുന്ന ഏറ്റവും സിമ്പിളായ മെത്തേഡാണ് മുച്ചട്ടി അരിപ്പ എന്ന് പറയുന്നത്. അതേസമയം ഇത് എപ്പോഴും പ്രായോഗികമല്ല താനും. നമ്മൾക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലം ഒരിക്കലും ഈ രീതിയിൽ അരിച്ച് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ ശുദ്ധമായ ജലം കിട്ടാനുള്ള ഒരു മെത്തേഡായിട്ട് നമ്മൾ കാണുന്ന ഏറ്റവും പുതിയ ഡിവൈസ് ആണ് വാട്ടർ പ്യൂരിഫയർ. വാട്ടർ പ്യൂരിഫയർ ഈസ് എ മോഡേൺ ഡിവൈസ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള ഡിവൈസിൽ ഒന്നാണ് വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും, കുട്ടികൾക്കറിയാം. പിന്നെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ കാര്യം സൂചിപ്പിക്കാൻ, നമ്മൾ സാധാരണ കിണറിലെ ജലം ശുദ്ധീകരിക്കാനായിട്ട് ബ്ലീച്ചിങ് പൗഡറാണ് ഉപയോഗിക്കുക. അതൊരു ബക്കറ്റിലെ വെള്ളത്തിൽ കലക്കിയിട്ട് അതിലെ തെളിനീരാണ് നമ്മൾ കിണറ്റിൽ ഉപയോഗിക്കുക. ആ കാര്യം കൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. വാട്ട് തിങ്സ് ഷുഡ് വി ഡു ടു കീപ് വെൽ വാട്ടർ ക്ലീൻ? കിണർ ജലം ശുദ്ധമായിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാം? ദർ മസ്റ്റ് ബി പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് അറൗണ്ട് ദ വെൽ, കിണറിന് ചുറ്റും ചുറ്റുമതിൽ കെട്ടുക. ഫെൻസിങ്, പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് അത് വേണം. ദ വെൽ മസ്റ്റ് ബി കവേർഡ് വിത്ത് നെറ്റ്, കിണറിന് മുകളിലൂടെ വലയിട്ട് കവർ ചെയ്യുക. ഡോണ്ട് അലോ പൊല്യൂട്ടഡ് വാട്ടർ ടു കളക്ട് നിയർ ദ വെൽ, അതായത് മലിനജലം കിണറിന്റെ സമീപം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ഡോണ്ട് വാഷ് ക്ലോത്ത്സ് ആൻഡ് ബാത്ത് നിയർ ദ വെൽ, കിണറിന് സമീപം അലക്കുകയോ കുളിക്കുകയോ ചെയ്യരുത്. ഡോണ്ട് കൺസ്ട്രക്ട് സെപ്റ്റിക് ടാങ്ക് നിയർ ദ വെൽ, കിണറിന് സമീപം സെപ്റ്റിക് ടാങ്കുകൾ നിർമ്മിക്കരുത്. ജലം, അതായത് വാട്ടർ എന്നുള്ള ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ ആണ്, മണ്ണിന്റെ പ്രാധാന്യം. ബെനഫിറ്റ്സ് ഓഫ് സോയിൽ ടു അസ്, മനുഷ്യർക്ക് മണ്ണ് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നു?
ഫോർ ഫാമിംഗ് കൃഷിക്ക്, ടു ഗ്രോ പ്ലാന്റ്സ് ചെടികൾ വളരുന്നതിന്, ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ വീടുകൾ നിർമ്മിക്കുന്നതിന്, ഫോർ മേക്കിംഗ് ഹാൻഡിക്രാഫ്റ്റ്സ് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിന്, ഫോർ പോട്ടറി മേക്കിംഗ് മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നതിന്, അങ്ങനെ ധാരാളം ആവശ്യങ്ങൾക്ക് മണ്ണ് നമുക്ക് പ്രയോജനപ്പെടുന്നു. What are the benefits that creatures and plants get from soil? ജീവജാലങ്ങൾക്കും ചെടികൾക്കും മണ്ണ് എങ്ങനെ പ്രയോജനപ്പെടുന്നു? ഫോർ ക്രിയേച്ചേഴ്സ്, ഫോർ ഹാബിറ്റാറ്റ് ജീവജാലങ്ങൾക്ക് ഹാബിറ്റാറ്റ് ആവാസത്തിന്, ഫോർ ഫുഡ് ആഹാരത്തിന്, വാട്ടർ ബോഡീസ് എക്സിസ്റ്റ് ഇൻ ദ സോയിൽ മണ്ണിലെ ജലം അവരെ ഉപയോഗിക്കുന്നു, അപ്പോൾ ആ വെള്ളത്തിന് മണ്ണ് വേണം. പ്ലാന്റ്സ് ചെടികൾക്ക്, ഫോർ ഹാബിറ്റാറ്റ് അവരുടെ ആവാസത്തിന്, ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് മണ്ണിലെ വാട്ടറും മിനറലും ആണ് ചെടികൾ വലിച്ചെടുക്കുന്നത്. എർത്ത് മൈക്രോ ഓർഗാനിസംസ് വിച്ച് ഹെൽപ്പ് പ്ലാന്റ് ഗ്രോത്ത് ലിവ് ഇൻ ദ സോയിൽ അപ്പോൾ മൈക്രോ ഓർഗാനിസംസും മണ്ണിരയുടെയൊക്കെ ആ ഒരു പ്രസൻസ് ചെടികളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇവയെല്ലാം മണ്ണിലാണ് ഉള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി പേജ് നമ്പർ 49 ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ ചുറ്റുപാട് നിരീക്ഷിച്ച് അവിടുത്തെ മണ്ണ് നിരീക്ഷിച്ചിട്ട് അവയുടെ പ്രത്യേകത എഴുതാനാണ്. കോർട്ട്യാർഡ് മുറ്റം, അണ്ടർനീത്ത് എ ട്രീ മരത്തിന്റെ താഴ്വശം, ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ജൈവ വൈവിധ്യ ഉദ്യാനം, പ്ലേ ഗ്രൗണ്ട് കളിസ്ഥലം ഇവയൊക്കെ നിരീക്ഷിച്ചിട്ട് അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത എഴുതാനായിട്ടാണ്. അപ്പോൾ ഓരോ ലൊക്കാലിറ്റി അനുസരിച്ചിട്ട് അതിന് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നിരീക്ഷണത്തിന് ശേഷം അത് ആ ടേബിളിലേക്ക് എഴുതുക. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ 8 ടൈപ്പാണ്. അലൂവിയൽ സോയിൽ, ഇറ്റ് ഈസ് എ സോയിൽ ഡെപ്പോസിറ്റഡ് ബൈ റിവർ ഓർ ഫ്ലഡ്സ്. റിവർ ബാങ്ക്സിലൊക്കെയാണ് അലൂവിയൽ സോയിൽസ് ഉണ്ടാവുക. കോസ്റ്റൽ സോയിൽ, തീരദേശ മണ്ണാണ്. ഒക്കോർ ഇൻ കോസ്റ്റൽ ഏരിയാസ്, ലെസ് ഫെർട്ടൈൽ, ഫലപുഷ്ടി കുറവാണ്. ബ്ലാക്ക് സോയിൽ, ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് ബ്ലാക്ക് ഗ്രാനുൾസ്, ബ്ലാക്ക് ഗ്രാനുൾസ് കൊണ്ടാണ് കറുത്ത മണ്ണ് ഉണ്ടായിട്ടുള്ളത്. റെഡ് സോയിൽ, ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ഈസ്റ്റേൺ പാർട്ട് ഓഫ് കേരള, റെഡ് കളറാണ് സോയിലിനുള്ളത്. ഫോറസ്റ്റ് സോയിൽ, വനമണ്ണാണ്. ദിസ് ടൈപ്പ് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ഫോറസ്റ്റ് ഏരിയാസ് ഓഫ് കേരള ആൻഡ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്, ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള മണ്ണാണ്. ലാറ്ററൈറ്റ് സോയിൽ, മിക്സഡ് വിത്ത് ഗ്രേവൽ, അസിഡിക് ഇൻ നേച്ചർ. മൗണ്ടെയിൻ സോയിൽ, ഫൗണ്ട് ഇൻ മൗണ്ടൻ ഏരിയാസ് ഓഫ് കേരള ആൻഡ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ബ്ലാക്ക് കോട്ടൺ സോയിൽ, കറുത്ത പരുത്തി മണ്ണാണിത്. ഫൗണ്ട് ഇൻ മിഡ്ലാൻഡ്സ് ഓഫ് കേരള ആൻഡ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. അപ്പോൾ 8 ടൈപ്പ് മണ്ണുകളാണുള്ളത്. അപ്പോൾ കുട്ടികൾ ഇത് പരിചയപ്പെടുത്തുക. പിന്നീട് ടെക്സ്റ്റിൽ സാൻഡ് ആർട്ട് പറയുന്നുണ്ട്, അതായത് ചിത്രം വരച്ചിട്ട് കുട്ടികൾ കളക്ട് ചെയ്യുന്ന പലതരം മണ്ണുകൾ വെച്ചിട്ട് അത് ഡിസൈൻ ചെയ്യുക. ഹാൻഡ് ബുക്കിൻ്റെ ഒരു ഭാഗം കൂടി ഇവിടെ നൽകുന്നു. ദ സ്റ്റോറി ഓഫ് ദ സോയിൽ, പേജ് നമ്പർ 49. എങ്ങനെയാണ് മണ്ണ് ഉണ്ടാവുന്നത്? റോക്സ് ആൻഡ് സ്റ്റോൺസ് ബ്രേക്ക് ഡൗൺ ടു ഫോം സോയിൽ. പാറകളും കല്ലുകളുമൊക്കെ പൊടിഞ്ഞാണ് മണ്ണുണ്ടാവുന്നത്. ദേ ബ്രേക്ക് ബൈ ദ ഹീറ്റ് ഓഫ് ദ സൺ, വിൻഡ്, റെയിൻ ആൻഡ് ഫ്രിക്ഷൻ. അതായത് ഇത് പൊടിയാനുള്ള കാരണം ഒരുപാട് നാളുകൾ കൊണ്ടുള്ള സൂര്യപ്രകാശം, കാറ്റ്, മഴ, അതുപോലെ കല്ലുകൾ തമ്മിലുള്ള പരസ്പരം കൂട്ടിയിടിക്കൽ, ഇവ കൊണ്ടാണ് ഈ ബ്രേക്കപ്പ് സംഭവിക്കുന്നത്. ഇറ്റ് ടേക്സ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ടു ഫോം സം സോയിൽ. അതായത് വളരെ കുറഞ്ഞ ടൈമും കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് അല്ല മണ്ണുണ്ടാവുക എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഈ പാറക്കല്ലുകൾ പൊടിഞ്ഞ് മണ്ണാവുന്നത്. വെൻ സോയിൽ ഹാർഡൻസ് ഇറ്റ് ഫോംസ് റോക്സ് ആൻഡ് സ്റ്റോൺസ്. അതുപോലെ തന്നെ ഈ മണ്ണുകൾ കൂടിച്ചേർന്നിട്ട് റോക്സും സ്റ്റോൺസുമായിട്ട് ഒരുപാട് നാളുകൾ കൊണ്ട് മാറുന്നും ഉണ്ട്. എക്സ്പോഷൻ വിത്തിൻ ദ സോയിൽ ആണ്. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് മണ്ണിന്റെ ഉള്ളിൽ നിരീക്ഷിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഹാൻഡ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു പിക്ചറാണിത്. ഇതിൽ മണ്ണിൽ ജീവിക്കുന്ന ധാരാളം ജീവജാലങ്ങളുണ്ട്. ഒപ്പം തന്നെ ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസവ തുടങ്ങിയ മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്. കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഈ വസ്തുക്കളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് കുട്ടികളുടെ അടുത്ത് ചർച്ച ചെയ്യുക. മൈക്രോ ഓർഗാനിസംസിന്റെ ചിത്രം ഈ പിക്ചർ ഉൾപ്പെടെ ഉപയോഗിച്ച് അവർക്കത് കൂടുതൽ ക്ലിയർ ചെയ്ത് കൊടുക്കാം. വിതിൻ ദ സോയിൽ, മണ്ണിനുള്ളിൽ എന്തൊക്കെയാണ്? ജീവികൾ, ആൻഡ് ഉറുമ്പ്, മില്ലിപീഡ് തേരട്ട, സെന്റിപീഡ് പഴുതാര, സ്കോർപിയൻ തേൾ, എർത്ത് മണ്ണിര, ഡൂഡിൽബഗ് കുഴിയാന, ബീറ്റിൽസ് വണ്ടുകൾ, സ്നെയിൽ ഒച്ച്, ടേർമൈറ്റ്സ് ചിതൽ,
സ്പൈഡർ, എട്ടുകാലി തുടങ്ങി ധാരാളം ജീവജാലങ്ങൾ മണ്ണിലുണ്ട്. അവയുടെ പേര് എഴുതുക. നെക്സ്റ്റ് എക്സ്പെരിമെന്റ് ആണ് എയർ ഇൻ ദ സോയിൽ. മണ്ണിനുള്ളിലെ വായു കണ്ടെത്താനുള്ള പരീക്ഷണം. മെറ്റീരിയൽസ് നീഡഡ് വാട്ടർ, ഗ്ലാസ്, ഡ്രൈഡ് ക്ലംസ്. മൺകട്ടകളും ഗ്ലാസും വെള്ളവുമാണ് വേണ്ടത്. പ്രൊസീജിയർ: ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ്, ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. ടേക്ക് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ ആൻഡ് പുട്ട് ദ സോയിൽ ക്ലംസ് ഇൻ ടു വാട്ടർ. ഉണങ്ങിയ ഏതാനും മൺകട്ടകൾ എടുക്കുക, വെള്ളത്തിലേക്ക് ഇടുക. ഒബ്സർവേഷൻ: നിരീക്ഷിച്ചാൽ എന്ത് കാണാം? എയർ ബബിൾസ് റൈസ് ഫ്രം ദ മഡ് ബ്ലോക്ക്. അതായത് മൺ ബ്ലോക്കിൽ നിന്ന് എയർ ബബിൾസ് മുകളിലേക്ക് ഉയരുന്നത് കാണാം. കൺക്ലൂഷൻ: ദർ ഈസ് എയർ ഇൻ സോയിൽ. അതായത് കൺക്ലൂഷൻ ആയിട്ട് വരുന്നത് മണ്ണിലും വായു ഉണ്ട് എന്നുള്ളതാണ്. വാട്ടർ ഇൻ ദ സോയിൽ. ഇനി മണ്ണിലെ ജലാംശം കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെന്റ് ആണ്. മെറ്റീരിയൽസ് നീഡഡ് ട്രാൻസ്പെറന്റ് ബോട്ടിൽ, സോയിൽ ഫ്രം ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ട്രാൻസ്പെറന്റ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ വിസിബിൾ ആവാനായിട്ട് കാണാൻ പറ്റുന്ന സുതാര്യമായ ഒരു ബോട്ടിൽ വേണം. സോയിൽ ഫ്രം ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ, ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് വേണം. അതാവുമ്പോഴാണ് കുറച്ച് ജലാംശം കണ്ടന്റ് കൂടുതലുള്ളത്. എക്സ്പെരിമെന്റ് മെത്തേഡ്: കളക്ട് ദ സോയിൽ ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ഗാർഡനിൽ നിന്ന് മണ്ണ് കളക്ട് ചെയ്യുക. ഇൻ എ ട്രാൻസ്പെറന്റ് ബോട്ടിൽ, ക്ലോസ് ഇറ്റ്, അടയ്ക്കുക. ആൻഡ് കീപ് ഇറ്റ് ഇൻ ദ സൺ ഫോർ 10 minutes. 10 മിനിറ്റ് നേരത്തേക്ക് ഈ അടച്ച ഗ്ലാസ് ബോട്ടിൽ വെയിലത്ത് വെക്കുക. ഒബ്സർവേഷൻ: വാട്ടർ പാർട്ടിക്കിൾസ് ക്ലിങ്സ് ടു ദ സൈഡ് ഓഫ് ദ ബോട്ടിൽ. ബോട്ടിലിന്റെ സൈഡിലെല്ലാം ജലത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. കൺക്ലൂഷൻ: ദർ ഈസ് പ്രസൻസ് ഓഫ് വാട്ടർ ഇൻ സോയിൽ. മണ്ണിലെ ആ വെള്ളമാണ് അവിടെ പറ്റിപ്പിടിച്ച് ഉള്ളത്. നെക്സ്റ്റ് എക്സ്പെരിമെന്റ് ബയോമാസ് ഇൻ ദ സോയിൽ. മണ്ണിലെ ജൈവാംശം കണ്ടെത്താനുള്ള എക്സ്പെരിമെന്റ് ആണ്. മെറ്റീരിയൽസ് നീഡഡ് സോയിൽ ഫ്രം ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ, ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ്, വാട്ടർ, ട്രാൻസ്പെറന്റ് ഗ്ലാസ്. ഇനി എക്സ്പെരിമെന്റ് മെത്തേഡ്: ടേക്ക് ഹാഫ് ഓഫ് ദ സോയിൽ കളക്ടഡ് ഫ്രം ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ഒരു ഗ്ലാസിന്റെ പകുതി ഭാഗത്തോളം മണ്ണ് എടുക്കുക. ആഡ് വാട്ടർ ആൻഡ് മിക്സ് വെൽ. അത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഒബ്സർവേഷൻ: മെനി ഒബ്ജക്ട്സ് ഇൻക്ലൂഡിംഗ് ഡസ്റ്റ് ഫ്രം ഡ്രൈ ലീവ്സ്. ഒരുപാട് വസ്തുക്കൾ വെള്ളത്തിന്റെ മുകളിലേക്ക് ഉയർന്നു വരും. ഡസ്റ്റ് ഫ്രം ഡ്രൈ ലീവ്സ്, ഉണങ്ങിയ ഇലകളുടെ പൊടി. പാർട്ട് ഓഫ് സ്റ്റെമ്മിന്റെ കമ്പുകളുടെയൊക്കെ പൊടികൾ. റിമെയിൻസ് ഓഫ് ക്രിയേച്ചേഴ്സ്, അതായത് ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ എക്സെട്ര ആർ സീൻ ഫ്ലോട്ടിംഗ് ഇൻ ദ വാട്ടർ. അതായത് വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വരും. എബവ് ദ സോയിൽ എംബഡഡ് ഇൻ ദ ഗ്ലാസ്. മണ്ണിൽ ഉള്ള കണ്ടന്റുകൾ ജലത്തിന് മുകളിലേക്ക് ഉയർന്നു വരും. കൺക്ലൂഷൻ: സോയിൽ കണ്ടെയ്ൻസ് ബയോമാസ്. മണ്ണിൽ ജൈവാംശം ഉണ്ട് എന്നുള്ളതിന്റെ പ്രൂഫാണ് ഇത്. അപ്പോൾ ഈ എക്സ്പെരിമെന്റുകൾ ചെയ്യുക, കുറിപ്പ് എഴുതുക. ബയോമാസ് ഇൻക്ലൂഡ്സ് ഡ്രൈഡ് ലീവ്സ്, പാർട്സ് ഓഫ് സ്റ്റെം, റിമെയിൻസ് ഓഫ് ക്രിയേച്ചേഴ്സ് എക്സെട്ര. അതായത് ജൈവാംശം എന്ന് പറയുമ്പോൾ അതിൽ ഉണങ്ങിയ ഇലകള്, സ്റ്റെമ്മിന്റെ പാർട്സ്, ജീവികളുടെ അവശിഷ്ടങ്ങളൊക്കെയും പെടും. പ്ലാന്റ്സ് ഗ്രോ അബൻഡന്റ്ലി ഇൻ സോയിൽ റിച്ച് വിത്ത് മോർ ബയോമാസ്. ഒത്തിരി ജൈവാംശമുള്ള മണ്ണിൽ ധാരാളം ചെടികൾ വളരും. സോയിൽ വിത്ത് ബയോമാസ് ഈസ് ദ ഫുഡ് ഓഫ് എർത്ത് വർംസ്. ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം. ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ. There are lakhs of creatures within and outside the soil. മണ്ണിൽ ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ മണ്ണിനുള്ളിലും പുറത്തുമായി താമസിക്കുന്നുണ്ട്. Plants grow by absorbing water and minerals from the soil. സസ്യങ്ങൾ വളരുന്നത് മണ്ണിലെ മിനറൽസും ജലവും യൂസ് ചെയ്തിട്ടാണ്. Creatures including human beings depend on the soil for many purposes. മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും ധാരാളം പേർപ്പസുകൾക്ക് വേണ്ടി മണ്ണിനെ ആശ്രയിക്കുന്നുണ്ട്. സോയിൽ ഹെൽപ്സ് എ ലോട്ട് ഇൻ മെയിൻറ്റെയിനിങ് ദ എർത്ത്സ് ബാലൻസ്. ഭൂമിയുടെ ആ സന്തുലനാവസ്ഥ സംരക്ഷിക്കാനായിട്ട് മണ്ണ് ഒരുപാട് റോളുകൾ ചെയ്യുന്നുണ്ട്. ലിവിങ് തിങ്സ് എലോങ് വിത്ത് us ക്യാൻ സർവൈവ് only if the soil is protected from pollution and loss of fertility. അപ്പോൾ ജീവജാലങ്ങൾക്ക് എനിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മണ്ണിനെ പൊല്യൂഷൻ, മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കണം. ആൻഡ് പ്രിസർവിങ് ഇറ്റ് ഫ്രം ലോസ് ഓഫ് ഫെർട്ടിലിറ്റി. അതിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടാതെ സംരക്ഷിക്കുകയും കൂടി ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഈ ഭൂമിയിൽ സാധിക്കുകയുള്ളൂ. What are the things you could see in the soil? മണ്ണിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? Crumbled and decaying leaves. നുറുങ്ങിയ അഴുകിയ ഇലകൾ. Broken sticks. ഉണങ്ങിയ കമ്പുകൾ, പൊടിഞ്ഞ കമ്പുകൾ. Bits of paper. പേപ്പർ പീസുകൾ. Small creatures. ചെറിയ ജീവികൾ. Decaying remains of plants and animals. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഒക്കെ അഴുകിയ അവശിഷ്ടങ്ങൾ. മൈക്രോ ഓർഗാനിസംസ്. സൂക്ഷ്മജീവികൾ. മോയ്സ്ചർ. ഈർപ്പം. അപ്പോൾ മണ്ണ് ഹാൻഡിൽസ് ഉപയോഗിച്ച് നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കാണാം. ഇപ്പോൾ സ്കൂൾ മുറ്റത്തെ മണ്ണാണെങ്കിൽ ബിറ്റ്സ് ഓഫ് പേപ്പർ, അതുപോലെ തന്നെ കുട്ടികളിടുന്ന ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിരീക്ഷിക്കുക, എഴുതുക. പേജ് നമ്പർ 54 അസസ്മെന്റ് ആക്ടിവിറ്റി ആണ്. കമ്പോണൻസ് ഇൻ ദ സോയിൽ. മണ്ണിലെ ഘടകങ്ങൾ: എയർ, വാട്ടർ, ബയോമാസ്, ജലം, വായു, ജൈവാംശം. ക്രിയേച്ചേഴ്സ് ഇൻ ദ സോയിൽ. മണ്ണിലെ ജീവജാലങ്ങളും ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഒരുപാടെണ്ണം ഉണ്ട്. എർത്ത് വർം, ആൻഡ് മില്ലിപീഡ്, സ്നേക്ക്.
കുറച്ചെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി കൂടുതലെണ്ണം എഴുതി ചേർക്കുക. യൂസസ് ഓഫ് വാട്ടർ, ബാത്തിങ്, ഡ്രിങ്കിങ്, പ്രിപ്പയറിംഗ് ഫുഡ്, ഓൾറെഡി അതും ഡിസ്കസ് ചെയ്തതാണ്. വാട്ടർ സോഴ്സസ്, ജലാശയങ്ങൾ, റിവർ, വെൽ, പോണ്ട്, ലേക്ക്. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 54 എഴുതുക. അസസ്മെന്റിലെ സെക്കൻഡ് ആക്ടിവിറ്റിയാണ് വാട്ട് ഷുഡ് വി ഡു ടു പ്രൊട്ടക്ട് ദ വാട്ടർ സോഴ്സസ്. ജലാശയങ്ങളെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഡു നോട്ട് ത്രോ ഗാർബേജ്, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആൻഡ് ബോട്ടിൽസ് ഇൻ ടു വാട്ടർ ബോഡീസ്. ജലാശയങ്ങളിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. ഡു നോട്ട് ഡം വേസ്റ്റ് ഫ്രം സ്ലോട്ടർ ഹൗസസ് ഇൻ ടു വാട്ടർ ബോഡീസ്. അതായത് അറവുശാല, മൃഗങ്ങളെ അറുക്കുന്ന സ്ഥലത്തെ മാലിന്യങ്ങളൊന്നും വാട്ടർ ബോഡീസിൽ ഇടരുത്. ഡു നോട്ട് ഡ്രെയിൻ വേസ്റ്റ് വാട്ടർ ഫ്രം ഫാക്ടറീസ് ഇൻ ടു റിവേഴ്സ്. ഫാക്ടറികളിലെ മലിനജലം നദികളിലേക്ക് ഒഴുകരുത്. അവോയ്ഡ് വാഷിംഗ് ഓഫ് ആനിമൽസ് ആൻഡ് വെഹിക്കിൾസ് നിയർ വാട്ടർ ബോഡീസ്. ജലാശയങ്ങളിൽ മൃഗങ്ങളെയും കുളിപ്പിക്കുന്നത്, വാഹനം കഴുകുന്നത് ഒഴിവാക്കണം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഫ്രം ഫാം ലാൻഡ്സ് ഷുഡ് നോട്ട് ബി ഡ്രെയിൻഡ് ഇൻ ടു പോൺസ്. അതായത് കൃഷിക്ക് ഉപയോഗിക്കുന്ന കീടനാശിനികളും പോയിസണും ഒന്നും അത് മഴവെള്ളത്തിലൂടെ ഒഴുകി ജലാശയങ്ങളിലേക്ക് എത്താനായിട്ട് അനുവദിക്കരുത്. അപ്പോൾ അത് പേജ് നമ്പർ 54 സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതാം. നെക്സ്റ്റ് ജലസംരക്ഷണം പോസ്റ്ററാണ്. സേവ് വാട്ടർ, സേവ് ലൈഫ്. ലെറ്റ്സ് പ്രൊട്ടക്ട് എവറി ഡ്രോപ്പ് ഓഫ് വാട്ടർ. ഓരോ തുള്ളി ജലവും സംരക്ഷിക്കാം. വാട്ടർ ഈസ് പ്രീഷ്യസ്, പ്ലീസ് ഡോണ്ട് പൊല്യൂട്ട് ഇറ്റ്. ജലം അമൂല്യമാണ്, അതിനെ മലിനമാക്കരുത്.